മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. SDRF കണക്കുകൾ സംബന്ധിച്ച് ഹൈക്കോടതി ഉന്നയിച്ച വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി വയനാടിന് വേണ്ടി മാത്രമുള്ളതല്ലെന്നും കണക്ക് നൽകാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി കേന്ദ്രം ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിന് 1 രൂപ പോലും നൽകിയില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പണം നൽകി. വിശദമായ റിപ്പോർട്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. SDRFിൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തെ ചോദ്യം ചെയ്യാൻ കഴിയണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി. SDRF ഫണ്ട് എന്നത് വയനാടിന് മാത്രമുള്ള ഒന്നല്ല. അത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആകെ പൊതു ഫണ്ടാണ്. ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ തുക വിനിയോഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. SDRF കണക്കുകൾ സമയബന്ധിതമായി സമർപ്പിക്കാത്തതിലെ ഹൈക്കോടതി വിമർശനങ്ങൾക്ക് കണക്കുകൾ തയ്യാറാക്കാൻ സമയം വേണമെന്ന് കോടതിയെ അറിയിച്ചിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കണക്കില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ നിശ്ചിത മാതൃക തയ്യാറാക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നതാണ് വിഷയം. ദുരന്ത മേഖലകളിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഒരു വീടിന് 10 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തുക വിനിയോഗിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.